തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സഞ്ജുവിനെ സ്വീകരിക്കാൻ ബന്ധുക്കളും ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളും എത്തിയിരുന്നു. നാടിന്റെ അഭിമാന താരത്തെ വരവേൽക്കാൻ വലിയ ജനക്കൂട്ടമാണ് വിമാനത്താവളത്തിലെത്തിയിരുന്നത്. IPL-ൽ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ടെന്നും എന്നാൽ വാതുവെപ്പിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നും സഞ്ജു പ്രതികരിച്ചു. തുടർന്ന് അച്ഛൻ സാംസണിനൊപ്പം വീട്ടിലേക്ക്. വഴിയിൽ വീടിനടുത്തുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ കൂട്ടുകാർക്കൊപ്പം കൂടി. തങ്ങളുടെ അഭിമാന താരത്തെ താളമേളങ്ങളോടെയാണ് സുഹൃത്തുക്കൾ സ്വീകരിച്ചത്. ക്ലബിലെ ഉപഹാരം സ്വീകരിച്ച് സുഹൃത്തുക്കളുടെ തോളിലേറി വീട്ടിലേക്ക്. സഞ്ജു എന്ന ക്രിക്കറ്ററുടെ വളർച്ചയ്ക്ക് പിന്നിൽ സാംസൺ എന്ന പിതാവിന്റെ സ്ഥാനം വലുതാണ്. ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥനിടെ ക്രിക്കറ്റിലെ സാലിയുടെയും സഞ്ജുവിന്റെയും മികവ് അച്ഛൻ തിരിച്ചറിഞ്ഞു. ഫുട്ബോൾ പരിശീലകനായ സാംസൺ മക്കൾക്ക് പിന്നിൽ ഉറച്ചുനിന്നു. പിന്നെ കേരളത്തിലേക്ക്. തീരുമാനം തെറ്റിയില്ല. സാലി കേരള ജൂനിയർ ടീമിലെ പ്രമുഖ താരം. IPL-ലൂടെ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിലുമെത്തി. സഞ്ജുവിന്റെ നേട്ടത്തിന് ക്രിക്കറ്റ് ഇതിഹാസമായ രാഹുൽ ദ്രാവിഡിനോട് നന്ദി പറയുകയാണ് സാംസണും കുടുംബവും. ദ്രാവിഡ് പോലൊരാൾ ഇങ്ങനൊരു വാക്ക്, നീ ഞങ്ങളുടെ കൂടെ കളിക്കും, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണ് സംഭവിക്കുന്നത്. സ്വപ്നത്തിൽ വിചാരിച്ചില്ല നമ്മളിങ്ങനൊരു കാര്യം. ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരെയും TV-യിൽ ഇരുത്തി ചെറുപ്രായം മുതൽ 4 വയസ്സ് പ്രായം മുതൽ TV കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ദ്രാവിഡ്, സച്ചിൻ, സൗരവ്, അവരെ കണ്ടുപിടിക്കുക റോൾ മോഡൽസാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർ റോൾ മോഡൽസാണ്, പക്ക റോൾ മോഡൽ. ഞാൻ കാണിച്ചു കൊടുക്കും ബിഹേവ് അവരുടെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ദ്രാവിഡിൻ്റെ കൂടെ മോൻ നിന്ന് ഷെയർ ചെയ്യുന്നു ക്രീസ്. അപ്പോൾ എനിക്ക് കളിക്കൊപ്പം പഠനത്തിലും കേമന്മാരായ മക്കൾ IPS-കാർ കൂടിയാകണമെന്നാണ് സാംസന്റെ മോഹം. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞതല്ല എനിക്കിഷ്ടം. സഞ്ജു IPS അല്ലെങ്കിൽ സലി IPS, ഇത് തമാശ അത്തരത്തിൽ പഠിക്കുകയും ചെയ്യും. വെറുതെ പറഞ്ഞു. സഞ്ജുവിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് കോച്ച് ബിജു ജോർജിന്, പിന്നെ KCA സെക്രട്ടറി TC മാത്യുവിനും. ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവ വാഗ്ദാനത്തെ വരവേൽക്കാൻ ഇളമുറക്കാർ കാത്തുനിന്നു. ആരവങ്ങൾക്കിടയിലൂടെ സഞ്ജു വി സാംസൺ വേദിയിലേക്ക്. ആർക്കും ഒന്നും അന്യമല്ലെന്ന് സഞ്ജു പുതിയ തലമുറയെ ഓർമ്മിപ്പിച്ചു. അതിനുവേണ്ടത് സമർപ്പണവും പ്രയത്നവുമാണെന്നും സഞ്ജു വി സാംസൺ പറഞ്ഞു. എല്ലാവർക്കും വേറെ വേറെ ടാലന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ദൈവം ഒരു ടാലന്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര പെട്ടെന്നാവോ അതൊന്ന് തിരിച്ചറിയുക. പിന്നെ അതിലോട്ട് നിങ്ങളുടെ ഫുൾ എനർജി കൊടുക്കുക. അതിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കളിക്കളത്തിലെ മികവിന് ദൈവത്തോട് നന്ദി പറഞ്ഞ സഞ്ജു തന്നെ പ്രോത്സാഹിപ്പിച്ചവരോടും പിന്തുണച്ചവരോടും കടപ്പാടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. സഞ്ജുവിന്റെ ഓരോ വാക്കുകളും കയ്യടിയോടെയാണ് പുതിയ തലമുറ സ്വീകരിച്ചത്. അണ്ടർ-19 ഇന്ത്യൻ സാധ്യതാ ടീമിലെ ഏക മലയാളി. മധ്യനിരയിലെ മികച്ച ഷോട്ടുകളും വിക്കറ്റ് കീപ്പിംഗിലെ മികവുമായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി പ്രതീക്ഷയാവുകയാണ് സഞ്ജു വി സാംസൺ. കളിച്ചു തുടങ്ങിയത് ഡൽഹിയിൽ. സൈനിക ജീവിതം വിട്ട് അച്ഛൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ബിജു ജോർജ് എന്ന പരിശീലകന്റെ പ്രധാന ശിഷ്യനായി. വെടിക്കെട്ട് ബാറ്റിംഗുമായി കൊച്ചുമിടുക്കൻ കേരള രഞ്ജി ട്രോഫി ടീമിലുമെത്തി. ഈ സീസണിൽ എലൈറ്റ് ഗ്രൂപ്പിൽ അണ്ടർ-19 കേരള ടീമിനെ നയിച്ചതും ഈ വലതുകൈയ്യൻ താരം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അക്കാദമിക്കൊപ്പമായിരുന്നു 3 വർഷമായി സഞ്ജു. മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ പിന്തുണയും കൊൽക്കത്ത ടീമിന്റെ ഭാവി പ്രതീക്ഷയാകാൻ സഞ്ജുവിനെ തുണച്ചു. കഴിഞ്ഞ 4 സീസണിലും ജൂനിയർ ക്രിക്കറ്റിൽ 1000 റൺസിലേറെ നേടാൻ സഞ്ജുവിനായി. അണ്ടർ-19 മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ ഈ സീസണിൽ ഡബിൾ സെഞ്ചുറിയും നേടി. IPL-ലും എതിരാളികളുടെ പന്ത് ബൗണ്ടറിയിലേക്ക് പായിക്കാൻ സഞ്ജുവിനായാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റൊരു മലയാളി താരോദയമാകും.